നവകേരള സർവേ ഹൈക്കോടതിയിൽ സർക്കാരിന്റെ നവകേരള സർവേ തടയണമെന്ന ഹർജി ഹൈക്കോടതി ഈ മാസം 15-ലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർവേ അനുവദിക്കരുത് എന്നുള്ളതാണ് ആവശ്യം. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനിൽ, ഈ വോളണ്ടിയർമാരൊക്കെ വീടുകളിൽ എത്തി തുടങ്ങി. ഹൈക്കോടതിയിലേക്ക് സർവേയുമായി ബന്ധപ്പെട്ട ഹർജി വരുന്നു. അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുവരെ നടപടികൾക്ക് സ്റ്റേയോ മറ്റോ ഉണ്ടോ? മാധു, ഇതുവരെ ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ കോൺഗ്രസ് നേതാവും എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ മുബാസ് ഓടക്കാലിയാണ് ഇത്തരം ഒരു ആവശ്യവുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഈ നവകേരള സർവേ എന്ന പേരിൽ സർക്കാരിന്റെ ആ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുകയുമാണ് ചെയ്യുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് തടയണം, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ നീക്കം അനുവദിക്കരുത് എന്നതാണ് ഈ കോൺഗ്രസ് നേതാവിന്റെ ആവശ്യം. ഇതൊരു പൊതുതാൽപര്യ ഹർജിയായാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപാകെ എത്തിയത്. ഇന്ന് ആ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ കോടതിക്കുണ്ടായ ഒരു സംശയം, നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. അത് ഈ സാമ്പത്തിക കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാർ പഞ്ചായത്തുകളിൽ നിന്ന് നിർദ്ദേശം നൽകി പണം എടുക്കുന്നത് അത് അനുവദനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണോ ഇത് എന്നതായിരുന്നു കോടതിയുടെ ആദ്യ സംശയം. പക്ഷേ ഇത് ഒരു കണക്റ്റഡ് മാറ്റർ അല്ല എന്ന് കോടതിക്ക് പിന്നീട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മാസം 15-ലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അതിലായിരിക്കും 15-ാം തീയതി ആയിരിക്കും ഹൈക്കോടതി ഇതിലൊരു വിശദമായൊരു വാദം കേട്ട് ഒരു ഇടക്കാല ഉത്തരവുണ്ടെങ്കിൽ അത് വരിക 15-ാം തീയതി ആയിരിക്കും. അതുവരെ ഈ സർവേക്ക് യാതൊരുവിധ തടസ്സവും കോടതി ഏർപ്പെടുത്തിയിട്ടില്ല. ഈ സർവേ നടത്തുന്നത് സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടാണ്. സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വീടുകളിലെത്തി സർവേ നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ചട്ടലംഘനമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിൽ ഇടപെടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി ഇത് മാറുകയാണ്. പ്രത്യേകിച്ച് സർക്കാർ ജനങ്ങളിൽ നിന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ ശേഖരണത്തിന് ശ്രമിക്കുമ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തെ എങ്ങനെ കാണും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.